അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം 2 വർഷത്തോളം അടുത്തു എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു ഭീകരമായ കൂട്ടക്കുരുതിക്ക് ഫലസ്തീൻ ജനതയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എഴുപതിനായിരത്തോളം ആളുകൾ രക്തസാക്ഷികളാവുകയും ഗസയിലുള്ള ഏതാണ്ടെല്ലാ കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ഏറ്റവും കിരാതമായ രൂപത്തിൽ ആതുരാലയങ്ങൾ വരെ ഇടിച്ച് തകർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം മനസ്സാന്നിധ്യത്തോടുകൂടി ലോക ജനതയെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഗസയിലെ ജനങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പോരാട്ടത്തിൻ്റെ രംഗവേദിയായി കൂടി ഫലസ്തീൻ മാറുകയാണ്. രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്നത് കാണുമ്പോൾ നമ്മുടെ കരൾ പിടയുന്നുണ്ട്. ദിനേനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നിരാലംബരായ ജനതയുടെ തലക്ക് മുകളിൽ ബോംബ് വർഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിത്തകരുന്നുണ്ട്. പട്ടിണി കാരണം വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളും സാധാരണ മനുഷ്യരും പിടഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന കരളലിയിക്കുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളപ്പുറം ഗസയിലെ ജനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഒരു ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മറുവശം കൂടി നമുക്ക് കാണാനാവണം. ഈ മറുവശം ഒരുപക്ഷെ ലോക ചരിത്രം തന്നെ മാറ്റി എഴുതാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു അവകാശവാദമായിട്ട്, മിഥ്യയായ ഒരവകാശവാദമായിട്ട്, അല്ലെങ്കിൽ ഒരാവേശത്തിൽ നിന്ന് പറയുന്ന വെറും വർത്തമാനമായിട്ട് ആളുകൾ കണക്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫലസ്തീനിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രം നമ്മോട് പറയുന്നത് അത്ഭുതങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നാണ്. ഫലസ്തീനിൻ്റെ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നോട് ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ കൈവശമുള്ള, അറബികളുടെ കൈവശമുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഫലസ്തീനിൽ ബൈബിളിൻ്റെ വാഗ്ദത്ത ഭൂമി എന്ന പരാമർശത്തെ മുൻനിർത്തിക്കൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന ജൂതന്മാർക്കോ ക്രൈസ്തവർക്കോ ഒരവകാശവാദവും ഉന്നയിക്കാൻ മാത്രമുള്ള ചരിത്രപരമായ പിൻബലമില്ല എന്നതും ഒരു വസ്തുതയാണ്. ജൂതന്മാരുടെ മഹാപ്രവാചകനായി അറിയപ്പെടുന്ന നാം എല്ലാവരും തന്നെ അങ്ങേയറ്റം ആദരവോടുകൂടി സമീപിക്കുന്ന വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചിരിക്കുന്ന മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിന് ഫലസ്തീനിലോ
മസ്ജിദുൽ അഖ്സയുടെ പ്രദേശങ്ങളിലോ കടക്കാനോ അവിടെ താമസിക്കാനോ ജീവിക്കാനോ സാധിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇത്തരം ചരിത്ര വസ്തുതകളൊക്കെ അവഗണിച്ചുകൊണ്ടും മറച്ചു പിടിച്ചുകൊണ്ടുമാണ് ഫലസ്തീനിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഭീകരമായ രാഷ്ട്രം സ്ഥാപിതമായത്. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം സ്ഥാപിതമായ ഒരു ചരിത്രത്തെ നാം വിശകലനം ചെയ്യുമ്പോൾ അത് സ്ഥാപിതമായത് മുസ്ലിങ്ങൾ ദുർബലമായ ഒരു ചരിത്രഘട്ടത്തിലായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വലിയ ഒരു ഭരണകൂടം എന്ന പേരിൽ, ഒരു എംപയർ എന്ന പേരിൽ ഉസ്മാനികൾ അധികാരത്തിൽ നിലനിൽക്കുന്ന ഒരു ചരിത്ര സാഹചര്യത്തിലാണ് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഒന്നാം ലോകയുദ്ധത്തിൽ ഉസ്മാനികൾ പങ്കെടുത്തു. സഖ്യ സേനക്കെതിരെ സെൻട്രൽ ഫോഴ്സിനോടൊപ്പം ചേർന്നു എന്നതായിരുന്നു ഫലസ്തീൻ നമുക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഒന്നാം ലോകയുദ്ധം മുസ്ലിങ്ങളും മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളും തമ്മിലുണ്ടായ ഒരു യുദ്ധമായിരുന്നില്ല. ഒന്നാം ലോകയുദ്ധം യൂറോപ്പിലെ ശാക്തിക രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ യുദ്ധമായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും റഷ്യയും ഇറ്റലിയുമൊക്കെ ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട പങ്കാളികൾ. പക്ഷേ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 4 സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നുണ്ട്. ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടൻ, അതിൻ്റെ കൈവശമുണ്ടായിരുന്ന പകുതിയോളം പ്രദേശങ്ങൾ ബ്രിട്ടൻ ആ യുദ്ധത്തിൽ ജയിച്ചിട്ടും ബ്രിട്ടനിനെ കൈയൊഴിയേണ്ടി വരുന്നുണ്ട്, കൈവിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ചരിത്ര സാഹചര്യത്തിൽ, ഒന്നാം ലോക യുദ്ധം നടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അത് പ്രധാനമായും യൂറോപ്പിലെ ശാക്തിക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഗ്രീസും റഷ്യയുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ മറുഭാഗത്ത് ജർമ്മനിയും ആസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യവും അതുപോലെയുള്ള ചില രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ ഉസ്മാനി ഖിലാഫത്ത് അതിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷെ ഉസ്മാനി ഖിലാഫത്ത് യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജർമ്മനിയുടെയും ആസ്ട്രോ ഹംഗേറിയൻ ഭരണകൂടത്തിൻ്റെയും പിന്നിൽ അണിചേർന്നു. അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോഴാണ് അക്കാലഘട്ടത്തിൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ ഭരണകാലത്ത് തന്നെ യൂറോപ്പിൽ രോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഉസ്മാനികൾ. അവിടെ ഉണ്ടായിരുന്ന പേരിനെങ്കിലും അറിയപ്പെടുന്ന ഖലീഫക്കെതിരെ കലാപക്കൊടി ഉയർത്തിയ യങ് ടർക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുവ തുർക്കികൾ, അവരുടെ ആഗ്രഹവും അവരുടെ അഭിലാഷവും അനുസരിച്ച് അവരും ജർമ്മൻ എംപയറും തമ്മിലുണ്ടായ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് തുർക്കി ഖലീഫ യുദ്ധത്തിൽ ജർമ്മനിയുടെ പക്ഷം ചേരുന്നത്. ജർമ്മനിയുടെ പക്ഷം ചേർന്നതോടുകൂടിയാണ് ഉസ്മാനി ഖിലാഫത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒന്നടങ്കം തന്നെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, അഥവാ ഉസ്മാനികൾക്ക് നഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ താർത്താരികൾ ബാഗ്ദാദ് തകർത്തതിന് ശേഷം മുസ്ലിം ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും അപമാനകരമായ പരാജയം മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു യുദ്ധത്തെ തുടർന്നാണ്. 1915 ഉസ്മാനി ഖിലാഫത്തിൻ്റെ ഭാഗമായ ഇറാഖ് ബ്രിട്ടീഷുകാർ കയ്യേറി. 1917 ആയപ്പോഴേക്കും ബാഗ്ദാദിലേക്ക് ബ്രിട്ടീഷ് സേന മാർച്ച് നടത്തുകയും അവിടെ ബ്രിട്ടീഷ് പതാക ഉയർത്തുകയും ചെയ്തു. 1917 ജെറൂസലമിലേക്ക് ബ്രിട്ടൻ മാർച്ച് ചെയ്തു. ആ മാർച്ചിന് നേതൃത്വം കൊടുത്ത ജനറൽ അലംബി പ്രഖ്യാപിക്കുന്നുണ്ട്,
1917 ഡിസംബർ 25 മുമ്പ് അഥവാ ക്രിസ്മസിന് മുമ്പ് ഫലസ്തീൻ തനിക്ക് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന്. 1918 ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നവംബറിൽ ഇസ്തംബൂളിലേക്ക് ബ്രിട്ടീഷുകാർ മാർച്ച് ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങളുടെ സ്ഥിരാകേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ഡമാസ്കസ്, ബാഗ്ദാദ്, ഇസ്തംബൂൾ തുടങ്ങിയ ഏതാണ്ടെല്ലാ പ്രധാന നഗരങ്ങളും ഉസ്മാനികൾക്ക് നഷ്ടപ്പെട്ടു. ഉസ്മാനികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ പരാജയമാണ് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിപ്രയോഗത്തിലൂടെ ഇന്നും മുസ്ലിം ഭരണാധികാരികൾ പടിഞ്ഞാറൻ ശക്തികളെ നോക്കിക്കൊണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാക്കിയവർ ബ്രിട്ടീഷുകാരാണ്. ആ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി, ആ രാഷ്ട്രത്തിന് വേണ്ടി ആദ്യമായി നടന്ന യുദ്ധത്തിൽ 1956 യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിച്ചത് ബ്രിട്ടനും ഫ്രാൻസുമാണ്. ഇത്തരം രാജ്യങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കുമെന്ന് കരുതി എന്നതായിരുന്നു ഫലസ്തീൻ വിഷയത്തിൽ നമുക്ക് സംഭവിച്ച, ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു പരാജയം. ഉസ്മാനി ഖിലാഫത്ത്, ഉസ്മാനികൾ ഒന്നാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടൻ്റെ കൈവശം ഫലസ്തീൻ പ്രദേശങ്ങൾ ബ്രിട്ടൻ്റെ കൈവശം വരുന്നു. ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ അന്ന് ചെയ്ത കൊടും വഞ്ചനയുടെ ഫലമായിട്ടാണ് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ അന്ന് അറബികളോട് പറഞ്ഞത്, ഒന്നാം ലോക യുദ്ധത്തിൽ ഉസ്മാനികൾക്കെതിരെ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ അറബികൾക്ക് വേണ്ടി സ്വതന്ത്രമായ ഒരു അറബ് ലാൻഡ്, സ്വതന്ത്രമായ ഒരു അറബ് ഖിലാഫത്ത് ഹിജാസും ഫലസ്തീനും ജോർഡാനുമൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്നാണ്. പ്രവാചകന്റെ 40ാമത്തെ പിന്മുറക്കാരനായി അറിയപ്പെടുന്ന ഷരീഫ് ഹുസൈനായിരുന്നു അന്ന് മക്കയിലുള്ള ഭരണാധികാരി. ഷരീഫ് ഹുസൈനുമായി അന്നത്തെ ഈജിപ്തിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ മിക്മഹൻ അദ്ദേഹം രഹസ്യമായ കത്തിടപാടുകൾ നടത്തുന്നുണ്ട്. ഈ കത്തിടപാടുകളിലൂടെ അദ്ദേഹം ഷരീഫ് ഹുസൈനോട് പറഞ്ഞത്, തുർക്കികളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നതിന് പകരം, തുർക്കി ഖലീഫയുടെ കീഴിൽ അറബികൾ ജീവിക്കുന്നതിന് പകരം അറബികൾക്ക് എന്തുകൊണ്ട് സ്വയം ഒരു ഖിലാഫത്ത് സ്ഥാപിച്ചുകൂടാ? ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കികൾക്കെതിരെ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റുമെന്നാണ് ഷരീഫ് ഹുസൈനെ ബ്രിട്ടീഷുകാർ കൊടുത്ത വാഗ്ദാനം. ഇതിൽ ഷരീഫ് ഹുസൈനെ ഈ ഒരു വാഗ്ദാനത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി മിക്മാഹന്റെയും ജനറൽ അലംബിയുടെയും നേതൃത്വത്തിൽ അന്നത്തെ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു ഇടനിലക്കാരനെ, ഒരു ചാരനെ ബ്രിട്ടൻ അറേബ്യയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ വീണ് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ ചതിച്ചതുകൊണ്ടാണ് തുർക്കികൾ പരാജയപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്രത്തിന് വർത്തമാനകാലത്ത് നമ്മുടെ അനുഭവങ്ങളുമായി കൂടി ബന്ധമുണ്ട്. ഇന്ന് ഗസയിലെ വിപ്ലവകാരികളായ പോരാളികളായ ഹമാസിന് അവർക്ക് പ്രതിരോധത്തെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇതേ ഷരീഫ് ഹുസൈൻ്റെ പിന്മുറക്കാരായ ഹിജാസിലെയും സൗദി അറേബ്യയിലെയും ജോർഡാനിലെയും ലബനാനിലെയും ഈജിപ്തിലെയും ഒക്കെ ഭരണകൂടങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് ഷരീഫ് ഹുസൈൻ സ്വന്തമായ ഒരു ഖിലാഫത്തിന് വേണ്ടി തുർക്കികളെ വഞ്ചിക്കുകയായിരുന്നു. തുർക്കി ഖിലാഫത്തിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ, ഇന്ത്യയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഖിലാഫത്ത് പ്രക്ഷോഭത്തിനാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നത് എങ്കിൽ ഈ ഖിലാഫത്ത് പ്രക്ഷോഭത്തിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖിലാഫത്തിനെ തകർക്കാൻ തുർക്കി ഖിലാഫത്തിനെതിരെ ആഭ്യന്തര കലാപം നടത്തിയവർ അറബികളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആജ്ഞ സ്വീകരിച്ച് അവരുടെ പിന്തുണയോടുകൂടി ഹിജാസിൽ കലാപമുണ്ടാക്കുകയും ഹിജാസിൻ്റെ അഥവാ ഹിജാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ നിയന്ത്രണം
ഉസ്മാനികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. കബളിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രമായ അറബ് ഖിലാഫത്തിനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ചതിയിലേക്ക് അറബികളെ കൊണ്ടുവന്നത്. ഇതേ ബ്രിട്ടീഷുകാർ, ഒരു ഭാഗത്ത് അറബികൾക്ക് ഈ വാഗ്ദാനം ചെയ്ത അതേ ബ്രിട്ടീഷുകാർ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ നാളുകളിൽ സൈനിസ്റ്റുകളുമായി സന്ധിയിലേർപ്പെട്ടിട്ടുണ്ട്. 1897 സിയോണിസ്റ്റ് പ്രസ്ഥാനം ജന്മം കൊള്ളുന്നത്. തിയോഡർ ഹഡ്സലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. എന്നാൽ തിയോഡർ ഹഡ്സലിനേക്കാൾ ശ്രദ്ധേയരായ ആദ്യത്തെ ഇസ്രയേലിൻ്റെ പ്രസിഡൻ്റായിരുന്ന ചൈം വെയ്സ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിസ്റ്റായിരുന്നു. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അസിറ്റോൺ എന്ന് പറയുന്ന മാരക അത് നിർമ്മിക്കാനുള്ള വിദ്യ, അതിൻ്റെ തന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഷുഗറിൽ നിന്നും മറ്റുമൊക്കെ പൊട്ടാറ്റോയിൽ നിന്നൊക്കെ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ അങ്ങനെ അസിറ്റോൺ ഉണ്ടാക്കിക്കൊണ്ട് ബോംബ് നിർമ്മിക്കാനായ ചില വിദ്യകൾ ഈ ചൈം വെയ്സ്മാൻ അറിയാമായിരുന്നു. ചൈം വെയ്സ്മാൻ ബ്രിട്ടീഷുകാരെ ഒന്നാം ലോക യുദ്ധത്തിൽ സഹായിച്ചു. ബ്രിട്ടീഷുകാരുടെ വിജയത്തിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ടെക്നോളജിയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിന് പാരിതോഷികമായി അദ്ദേഹം അന്ന് തന്നെ ഇവർക്ക് നൽകിയ വാഗ്ദാനമാണ് ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കുമെന്നത്. ഒരു ഭാഗത്ത് അറബികളോട് ഖിലാഫത്തുണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക, മറുഭാഗത്ത് സൈനിസ്റ്റുകളുമായി സന്ധി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കി തരുമെന്ന് വാഗ്ദാനം നൽകി. മൂന്നാമതായി, ഒന്നാം ലോക യുദ്ധത്തിൽ അറബികളുടെ പ്രദേശങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് സൈക്കസ് പീക്കോ ഉടമ്പടി എന്ന പേരിൽ അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ മിനിസ്റ്ററായിരുന്ന സൈക്കസും ഫ്രാൻസിൻ്റെ ഫോറിൻ മിനിസ്റ്ററായിരുന്ന പീക്കോയും ചേർന്നുകൊണ്ട് ഒരു രഹസ്യധാരണയുണ്ടാക്കി. ആ രഹസ്യധാരണയനുസരിച്ച് ഇസ്തംബൂൾ റഷ്യക്ക് വേണമായിരുന്നു. ആ രഹസ്യധാരണയനുസരിച്ച് സിറിയ ഫ്രാൻസിന് ആവശ്യമുണ്ടായിരുന്നു. ട്രാൻസ് ജോർഡാൻ അഥവാ ഇന്നത്തെ ജോർഡാനും അതേപോലെ തന്നെ ഇന്നത്തെ ഫലസ്തീനും പിന്നെ ഹിജാസും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇതായിരുന്നു രഹസ്യധാരണ. ആ ധാരണ പക്ഷേ ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായതോടുകൂടി റഷ്യയുടെ ഈ ധാരണകൾ പുറത്ത് ചോർത്തി. അങ്ങനെയാണ് ആ ധാരണ ലോകം അറിയുന്നത്. അല്ലെങ്കിൽ ഇന്നും നമ്മൾ അറിയാത്തൊരു ധാരണയായിട്ട്, രഹസ്യധാരണയായിട്ട് അത് നിലനിൽക്കുമായിരുന്നു. റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ചേർന്നുണ്ടാക്കിയ രഹസ്യധാരണയായിരുന്നു അത്. ഒന്നാം ലോക യുദ്ധത്തെ തുടർന്ന് മുസ്ലിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് വന്നപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ അറബികളുടെ പ്രദേശം അവർ നേരത്തെ ഉദ്ദേശിച്ചതുപോലെ വിഭജിക്കുകയുണ്ടായി. അങ്ങനെ വിഭജിച്ചപ്പോൾ ട്രാൻസ് ജോർഡാൻ അതുപോലെ തന്നെ ഹിജാസ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. ബ്രിട്ടീഷുകാർ ട്രാൻസ് ജോർഡാൻ എന്ന് പറഞ്ഞാൽ ജോർഡാനും ഫലസ്തീനും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ബ്രിട്ടീഷുകാർ ഫലസ്തീനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഫലസ്തീനിൽ ഒരു ജൂയിഷ് ലാൻഡ്, ഒരു സയനിസ്റ്റ് രാഷ്ട്രം ഫലസ്തീനിൽ ഉണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകുകയും അതുണ്ടാക്കാൻ ആവശ്യമായ സഹായങ്ങൾ ജൂതന്മാർക്ക് നൽകുകയും ചെയ്തു. ജോർഡാൻ്റെ നിയന്ത്രണം ഷരീഫ് ഹുസൈൻ്റെ ഒരു മകനെ ഏൽപ്പിച്ചു. ഹിജാസിൻ്റെ നിയന്ത്രണം ഷരീഫ് ഹുസൈൻ്റെ മറ്റൊരു മകനെ ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇറാഖിൻ്റെ നിയന്ത്രണം ഷരീഫ് ഹുസൈൻ്റെ മറ്റൊരു മകനെ ഏൽപ്പിച്ചു. അങ്ങനെ ഷരീഫ് ഹുസൈൻ്റെ 3 മക്കൾക്കും വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് ജോർഡാൻ ഒരാൾക്ക്, ഇറാഖ് മറ്റൊരാൾക്ക്, ഹിജാസ് വേറൊരാൾക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഫലസ്തീനാകട്ടെ ഇസ്രയേലിന് വേണ്ടി കൊടുക്കാമെന്ന് അവർ ഏൽക്കുകയും അങ്ങനെ 1917 ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കുന്നതിന് അനുകൂലമായ ബ്രിട്ടീഷുകാരുടെ പ്രഖ്യാപനം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. സിറിയ തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഫ്രഞ്ചുകാർ സിറിയ വെട്ടിമുറിച്ചിട്ട് ലെബനാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കി. ലെബനാൻ രാജ്യം സിറിയയിൽ ഉണ്ടാക്കിയ രാജ്യമാണ്. ക്രിസ്ത്യൻ ലാൻഡ് എന്ന രൂപത്തിലും അലവി ലാൻഡ് എന്ന് പറഞ്ഞിട്ടും ഡ്രൂസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടും അലബികൾക്കൊരു രാജ്യം, ഡ്രൂസുകൾക്ക് വേറൊരു രാജ്യം, ക്രിസ്ത്യാനികൾക്ക് മറ്റൊരു രാജ്യം എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഫ്രാൻസിൻ്റെ തന്ത്രം, ഫ്രാൻസിൻ്റെ പദ്ധതി അതായിരുന്നു. പക്ഷേ ലെബനാൻ എന്ന് പറയുന്ന ഒരു ലാൻഡ് അവരുണ്ടാക്കി. ഇന്നും ലെബനാനിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ലെബനാനിൻ്റെ സംരക്ഷകരായി ഫ്രഞ്ചുകാർ വരുന്നത് അവരുണ്ടാക്കി കൊടുത്ത ഒരു രാജ്യമാണ് ഇത് എന്ന ആ പഴയ ജന്മിത്ത മനോഭാവം അവർക്കുള്ളത് കൊണ്ടാണ്.
സിറിയയുടെ മറ്റു ഭാഗങ്ങൾ വേറെ രാജ്യവുമായി മാറി. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ ഇങ്ങനെ ആധിപത്യം നടത്തിയ ബ്രിട്ടീഷുകാരുടെ ആശീർവാദത്തോടു കൂടിയാണ് പിന്നീട് 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിലുണ്ടാകുന്നത്. 1917 ബാൽഫർ പ്രഖ്യാപനത്തെ തുടർന്ന് ഫലസ്തീനിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ കടന്നു വരികയുണ്ട്. 1917 ഫലസ്തീനിലെ 95% ഭൂമിയും അറബികളുടെ കയ്യിലായിരുന്നു. 2% ഭൂമിയാണ് ജൂതന്മാരുടെ കൈവശം. ബാക്കി 3% ഭൂമി ക്രിസ്ത്യാനികളുടെയും മറ്റു ജനവിഭാഗങ്ങളുടെയും കൈവശം. അന്ന് ഫലസ്തീനിലുണ്ടായിരുന്ന ജനങ്ങൾ ഏകദേശം 8 ലക്ഷമായിരുന്നു. അതിൽ 6 ലക്ഷം പേര് മുസ്ലിങ്ങളായിരുന്നു. 56,000 പേർ മാത്രമാണ് ജൂതന്മാർ, 71,000-ഓളം ക്രിസ്ത്യാനികൾ, പിന്നെ മറ്റു ജനവിഭാഗം. ഇതായിരുന്നു ഫലസ്തീനിൻ്റെ ഡെമോഗ്രഫി. അതായിരുന്നു ആ ഫലസ്തീനിൽ 1917 56,000 ജൂതന്മാർ മാത്രമുണ്ടായിരുന്ന ഫലസ്തീനിൽ 1931 ആകുമ്പോഴേക്കും ആ ജൂതന്മാരുടെ എണ്ണം 1.25 ലക്ഷമായി. 45 ആകുമ്പോഴേക്കും 6 ലക്ഷമായി. 45 നിന്ന് 58 ആകുമ്പോഴേക്കും 17.5 ലക്ഷമായി വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ 5 വർഷം കൊണ്ട് 11.5 ലക്ഷം ആളുകളെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവിടെ ഇറക്കുമതി ചെയ്തത്. 1917-ൻ്റെയും 1950-ൻ്റെയും ഇടക്ക് ഏകദേശം 16 ലക്ഷത്തോളം ആളുകളെ, ഏകദേശം 17 ലക്ഷത്തോളം ആളുകളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് സ്ഥാപിതമായ രാജ്യമാണ് യഥാർത്ഥത്തിൽ ജൂതരാഷ്ട്രം. ഈ ജൂതരാഷ്ട്രം 1948 വരെ ജൂതരാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തങ്ങളുടെ കൈവശം വന്ന ഫലസ്തീനിൽ ബ്രിട്ടീഷുകാരുടെ ആശീർവാദത്തോടു കൂടിയാണ് ജൂതന്മാർ അവിടെ കുടിയേറുകയും അറബികളെ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കി ഫലസ്തീൻ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസിൻ്റെ സഹായത്തോടുകൂടി, അതിൻ്റെ ആശീർവാദത്തോടുകൂടി തന്നെയാണ്, അതിൻ്റെ മൗനാനുവാദത്തോടുകൂടി തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഫലസ്തീനിൽ കുടിയിരുത്തപ്പെടുകയും 1948 എന്ന് പറയുന്ന രാജ്യമുണ്ടാവുകയും ചെയ്യുന്നത്. അതും വെറുതെ ഉണ്ടായതല്ല. ബ്രിട്ടീഷുകാർ ആ രാജ്യം വിഭജിക്കണമെന്ന് തീരുമാനിക്കുന്നു. അറബികൾ അതിനെ എതിർക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാർ പറയുന്നു, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിച്ചു, ഞങ്ങൾ പോവുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായപ്പോൾ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ഈ രാജ്യത്തിൻ്റെയും പാകിസ്ഥാനിലെയും ഭരണാധികാരികളെ, ഭാവി ഭരണാധികാരികളെ ഇരുത്തി ചർച്ച ചെയ്ത് വിഭജനത്തിൻ്റെ ഓരോ രേഖകളും തയ്യാറാക്കിക്കൊണ്ട് നടന്നവരാണ് ബ്രിട്ടീഷുകാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം വരെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കാര്യങ്ങൾ ഭദ്രമായി മുന്നോട്ട് പോകാൻ വേണ്ടി സർവ സന്നാഹങ്ങളോടും കൂടിയും പ്രവർത്തിച്ചവരാണ് ബ്രിട്ടീഷുകാർ. എന്നാൽ ഫലസ്തീനിൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള ഭരണം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇസ്രയേൽ ഉടനെ തന്നെ സ്വന്തം ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നു. അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തത് 55% ഭൂമിയായിരുന്നു. അറബികൾക്ക് വാഗ്ദാനം ചെയ്ത് 45% ഭൂമിയാണ്. അറബികൾ അതിനെ അംഗീകരിച്ചില്ല. ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിർവാഹമില്ലാതെ വന്നപ്പോൾ ജോർഡാനും ഈജിപ്തുമൊക്കെ അവശേഷിക്കുന്ന പ്രദേശങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങളാക്കി മാറ്റാനാണ് അന്ന് ശ്രമിച്ചത്. അന്നു മുതൽ ആരംഭിക്കുന്നതാണ് അറബികളും ഫലസ്തീനുകളും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധങ്ങൾ. ഒരുപാട് യുദ്ധങ്ങൾക്ക് ചരിത്രം സാക്ഷ്യം വഹിച്ചു. 48 യുദ്ധമുണ്ടായി, 56 യുദ്ധമുണ്ടായി, 67 യുദ്ധമുണ്ടായി, 73 യുദ്ധമുണ്ടായി, 82 ലെബനാനുമായി ബന്ധപ്പെട്ട യുദ്ധമുണ്ടായി. പിന്നീട് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് പല യുദ്ധങ്ങളും 90-കൾക്ക് ശേഷം, പ്രത്യേകിച്ച് 2000-ന് ശേഷം ഉണ്ടായി. ഇതാണ് ഫലസ്തീൻ്റെ ചരിത്രം. നീണ്ട യുദ്ധങ്ങളുടെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിലെല്ലാം തന്നെ അറബികൾക്ക് തികഞ്ഞ പരാജയമായിരുന്നു. അറബികളുടെ പക്ഷത്ത് ഈജിപ്ത് ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു, ജോർഡാൻ ഉണ്ടായിരുന്നു. ഭരണകൂടങ്ങൾ, ലോകപ്രശസ്തരായ ഭരണാധികാരികൾ. 1967 യുദ്ധത്തിൽ അറബികളോടൊപ്പം അറബി യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ജോർഡാനിലെയും ഈജിപ്തിലെയും സിറിയയിലെയും ഭരണാധികാരികളായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ ഏറ്റവും ശ്രദ്ധേയരായ ഭരണാധികാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. ജോർഡാനിലെ കിങ് ഹുസൈൻ ഉണ്ടായിരുന്നു, ഹാഫിസ് അൽ അസദ് ഉണ്ടായിരുന്നു. സിറിയയിലെ അതോടൊപ്പം തന്നെ ജമാൽ അബ്ദുൽ നാസർ ഉണ്ടായിരുന്നു.
പക്ഷേ ആ യുദ്ധം 6 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ ഫലസ്തീനികൾക്ക് ഉള്ളതും നഷ്ടപ്പെടുകയും ഈജിപ്തിൻ്റെ പ്രദേശങ്ങൾ ഈജിപ്തിന് നഷ്ടപ്പെട്ടു, ഗസ നഷ്ടപ്പെട്ടു, സീനാ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സിറിയക്ക് ഗോലാൻ കുന്നുകൾ നഷ്ടപ്പെട്ടു, ജോർഡാനിൻ്റെ അവരുടെ കൈവശമുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറൂസലമിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു. ലെബനാനും ഒരു പരിധിവരെ ലെബനാനിൻ്റെ ചില പ്രദേശങ്ങളും ഇസ്രയേലിൻ്റെ കൈവശം വന്നു. ഇതാണ് ആ യുദ്ധത്തിൽ സംഭവിച്ചത്. ശക്തിയുണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു, പക്ഷേ അറബികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 67 ഇത്രയധികം അറബ് സൈന്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അറബികൾ പരാജയപ്പെട്ടു. എന്നാൽ 2023 ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ ഈ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ 2 വർഷം നീണ്ടിട്ടും ഇസ്രയേലിന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ഇതൊരു അത്ഭുതമാണ് എന്ന്. 6 നാൾ നീണ്ടു നിന്ന യുദ്ധം കൊണ്ട് അറബികൾക്ക് സകല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. പിന്നീട് ആ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചത് 2 രൂപത്തിലാണ്. ഈജിപ്ത് തിരിച്ചു പിടിച്ചത് ലോക ചരിത്രത്തിൽ അപമാനകരമായ സന്ധിയിൽ ഒപ്പുവെച്ചുകൊണ്ട്, ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇസ്രയേലിനെ അംഗീകരിച്ചപ്പോഴാണ് ഈജിപ്തിന് നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചു കിട്ടിയത്. സിറിയക്ക് ആ പ്രദേശം ഇന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഗോലാൻ കുന്നുകൾ ഇന്നും ഇസ്രയേലിൻ്റെ കൈവശമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ലെബനാനിൽ നിന്നും ഫലസ്തീൻ വിമോചന പോരാളികളായ PLOവിനെ തുരത്താൻ വേണ്ടിയാണ് 82 ലെബനാനിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. ആ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ PLOവിനെ ഒറ്റുകൊടുത്തവരായിരുന്നു ഇന്നത്തെ ജോർഡാൻ. ഇന്ന് ഗസക്ക് നേരെ ഇസ്രയേലിൻ്റെ നിഷ്ഠൂരമായ വംശഹത്യ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ജോർഡാൻ അവിടെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ നിരോധിച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും നിശബ്ദരാക്കിയിരിക്കുന്നത്. 82 ലെബനാനിനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ PLOവിനെ ഒറ്റുകൊടുത്തുകൊണ്ട് PLOവിന് അതിൻ്റെ തലസ്ഥാനം, അതിൻ്റെ കേന്ദ്രം അവസാനം തുനീഷ്യയിലേക്ക് മാറ്റേണ്ടി വന്നു എന്നതാണ് ചരിത്രം. പക്ഷെ 82 PLOവിനെ തുരത്താൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ലെബനാനിനെ മോചിപ്പിക്കാൻ മുസ്ലിങ്ങൾക്കും സാധിച്ചില്ല. പക്ഷേ 2000 ലെബനാനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറിയത് ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ പ്രതിരോധത്തിന് ഹിസ്ബുള്ള നേതൃത്വം കൊടുത്തപ്പോഴാണ്. ലെബനാൻ 2000 വരെ ലെബനാനിൻ്റെ നല്ലൊരു പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രയേലിൻ്റെ കൈവശമായിരുന്നു. ജോർഡാനിനും ലെബനാനിനും അവിടെയുള്ള ഇസ്രയേലിനെ തിരിച്ചയക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ PLOവിൻ്റെ ദൗർബല്യത്തെ നിന്നും അത് തിരിച്ചറിഞ്ഞിട്ടുകൊണ്ട് ലെബനാനിൽ രൂപം കൊണ്ട ഹിസ്ബുള്ള എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാണ് 2000 ഫലസ്തീനിൽ നിന്ന് ലെബനാനിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങുന്നത്. ഇത് തന്നെയാണ് ഗസയുടെയും അവസ്ഥ. ഗസയുടെ നിയന്ത്രണം ഇസ്രയേലിൻ്റെ കൈവശം വന്നതിന് ശേഷം ഗസയിൽ കുടിയേറ്റ പ്രദേശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ മിലിറ്ററിയുടെ സാന്നിധ്യം ഗസയിൽ ഉണ്ടായിരുന്നു. 2005 ഗസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങുന്നത് അതിശക്തമായ ഇൻതിഫാദക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കീഴടങ്ങി മുട്ടുമടക്കിയവർക്കല്ല, നെഞ്ചു വിരിച്ചുകൊണ്ട് പോരാടിയവർക്കാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചത് എന്നതൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നതും. ഇതൊരു പുതിയ ചരിത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും ഉദ്ധരിക്കാറുണ്ട്. ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും സംഭവം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ജാലൂത്ത് എന്ന് പറയുന്ന ഒരു ഭീകരനായ ഭരണാധികാരിയെയും അനുചരന്മാരെയും നേരിടാൻ വേണ്ടി ഇസ്രയേൽ സൈന്യത്തോട് വിശുദ്ധ ഖുർആൻ ഇസ്രയേലരോട് ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കൽപ്പനയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ജാലൂത്തിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂതി വജുനൂദി, ജാലൂത്തിനോടും സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരിൽ നല്ലൊരു ശതമാനം ആളുകൾ പിൻവാങ്ങി. അവർ മുട്ടുമടക്കി. അൻവർ സാദത്ത് മുട്ടുമടക്കിയിട്ടുണ്ട്.
ജമാൽ അബ്ദുൽ നാസർ മുട്ടുമടക്കിയിട്ടുണ്ട്, ബഷാർ അൽ അസദ് മുട്ടുമടക്കിയിട്ടുണ്ട്, ഹാഫിസ് അൽ അസദ് മുട്ടുമടക്കിയിട്ടുണ്ട്, കിങ് ഹുസൈനും കിങ് അബ്ദുള്ളയും മുട്ടുമടക്കിയിട്ടുണ്ട്, CC മുട്ടുമടക്കിയിട്ടുണ്ട്. മറ്റ് MBZ MBS ഒന്നും മുട്ടുമടക്കുകയല്ല, സയനിസത്തിന്റെ തോടന്മാരായി കാവൽക്കാരായി ഒരു കാപട്യത്തിൻ്റെ മുഖം മൂടി, ആ മുഖം മൂടി ഇല്ലാതെ തന്നെ ആ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുറപ്പുള്ളവര് അവർ പറഞ്ഞു, എത്ര ചെറു സംഘങ്ങളാണ് വൻ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുദ്ധരംഗത്തുറച്ചു നിൽക്കുകയും പോരാടുകയും സമരം ചെയ്യുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ യാഥാർത്ഥ്യമാണ് ഇന്ന് ഫലസ്തീനിൽ ഗസ്സയിൽ നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഫലസ്തീൻ സംഭവത്തെ, ഫലസ്തീൻ നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധവും ഉണ്ടാകുമ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാകും. ഇസ്ലാമിൽ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു മരണമല്ല, അപകട മരണം പോലെയുള്ള ഒരു മരണമല്ല അത്. മറിച്ച് പോരാളികൾ ധീരതയോടുകൂടി തെരഞ്ഞെടുക്കുന്ന ചുവന്ന മരണമാണ് രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷിത്വത്തിലൂടെ ഗസ്സ മുന്നോട്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുതിയ ചരിത്രത്തിന് ഫലസ്തീൻ സാക്ഷിയാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഒരു മഹാ ഇസ്ലാമിക ചിന്തകനായ വിപ്ലവകാരിയായ പണ്ഡിതൻ, വിപ്ലവകാരിയായ കവി സൂചിപ്പിച്ചതുപോലെ, വതഖൂലുലി ഇന്നൽ ഹയാത ലിഗായത്തിൻ അസ്മാ മിനത് തസ്ഫീഖി ലിത്തുഗിയാനി. എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നുണ്ട്, ജീവിതമെന്ന് പറഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. അസ്മാമിന തസ്ഫീഖി ലിത്തുഗിയാനി. മർദ്ദകരും കപടന്മാരും കള്ളന്മാരുമായ ഭരണാധികാരികൾക്ക് ജൈവിളിക്കുന്നതിനേക്കാൾ, അവർക്ക് കൈയടിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷ്യം ജീവിതത്തിനുണ്ട് എന്ന് എന്നോടെൻ്റെ മനസ്സാക്ഷി പറയുന്നുണ്ട് എന്ന് അക്കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഈജിപ്തിൻ്റെ ജയിൽ ഭിത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹാഷിം റിഫായി എന്ന് പറയുന്ന കവി അന്ന് രചി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്കും ഇന്ന് പറയാനുള്ളത്. അക്രമികളും മർദ്ദകരുമായ ഭരണാധികാരികൾക്ക് കൈയടിക്കുന്നതിനേക്കാൾ വലിയ ലക്ഷ്യം ജീവിതത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ചരിത്രത്തിൽ നടത്തുന്ന ഐതിഹാസികമായ ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം. ഈ പോരാട്ടം കാണുമ്പോൾ വേദനിക്കുമ്പോഴും മനസ്സ് പിടിയുമ്പോഴും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിന് ഒരു പുതിയ രൂപഭാവങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കണം. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ വലിസായിരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.